യുഎസിലെ കൊളംബിയ സർവകലാശാലയിൽ ഹമാസ് അനുകൂല പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്ത് ട്രംപ് ഭരണകൂടം. ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ പരിശോധനയെ തുടർന്നാണ് കൊളംബിയ സർവകലാശാലയിലെ വിദ്യാർത്ഥി മഹ്മൂദ് ഖലീലിനെ അറസ്റ്റ് ചെയ്തത്. ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭത്തെ ഇല്ലാതാക്കുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പിന്തുടർന്നായിരുന്നു ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ പരിശോധനയും അറസ്റ്റും. സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സ് വിഭാഗത്തിലെ വിദ്യാർത്ഥിയായ മഹ്മൂദ് ഖലീലിനെ ക്യാമ്പസിലെ താമസ സ്ഥലത്തു നിന്നാണ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നേരിടുന്നതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് കൊളംബിയ സർവകലാശാലയ്ക്കുള്ള $40 കോടി സഹായം ട്രംപ് കഴിഞ്ഞ ദിവസം മരവിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അറസ്റ്റുണ്ടായത്. ഹമാസ് അനുകൂലികളുടെ വിസയും ഗ്രീൻ കാർഡും റദ്ദാക്കി അവരെ തിരിച്ചയക്കുമെന്ന് ഖലീലിന്റെ അറസ്റ്റിനു പിന്നാലെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഹമാസിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിനാണ് ഖലീലിനെ അറസ്റ്റ് ചെയ്തതെന്ന് സുരക്ഷാ ഏജൻസിയും വ്യക്തമാക്കി. ഹമാസിനെ അനുകൂലിച്ചും യുഎസ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനെതിരെയും നിരവധി ക്യാമ്പസുകളിൽ മാസങ്ങളോളം നീണ്ടുനിന്ന പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. സിറിയയിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ വളർന്ന ഖലീൽ ബെയ്റൂട്ടിലെ ബ്രിട്ടീഷ് എംബസിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. യുഎസിൽ സ്ഥിരതാമസത്തിന് അനുമതിയുള്ള ഖലീലിന്റെ ഭാര്യയ്ക്ക് യുഎസ് പൗരത്വമാണുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീന ന്യൂസ്.